വാ 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 എല്ലാരും വാ എല്ലാരും വാ 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 സുമിത്രേ സുമിത്രേ ദാ ഈ നിൽക്കുന്ന ഗാഥ കണ്ട കണ്ട മോളെ മമ്മിക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ശരിക്കുള്ള കുഴപ്പം ഇനി ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. നിർമ്മലേ കീർത്തി പിടിച്ചോ പിടിച്ചോ എവിടെ പിടിച്ചോ. എന്തേ കാണിക്കുന്നേ? രണ്ടാമത്തെ ഗാഥ സിതാരയുടെ അടുത്ത് ഈ റൂമിലുണ്ട്. ഉദയേട്ടനെ കൂടെ ചെല്ലു സുമിത്രേ. അടുത്ത ഗാഥ കാണണ്ടേ? ചെല്ല്. ഉദയ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ വന്നത് സിത്താരെ കാണാനാ. അത് കാണാൻ പോലും സമ്മതിക്കാതെ അടുത്ത പരീക്ഷണവും കൊണ്ടാ നിങ്ങൾ വന്നിരിക്കുന്നത്. ഉദയം പറയുന്നത് പോലെ മറ്റൊരാളെ കാണിച്ചു തരാനായില്ലെങ്കിലേ എന്നാലേ ഞാനും നിർമ്മലയും കീർത്തിയും ഈ ആശുപത്രിയുടെ മോളയിൽ നിന്ന് ചാടി ചാവും. മതിയാ? എങ്കി വാ. പിന്നെ എവിടെ എങ്ങും പോകാതെ പിടിച്ചു നിർത്തിക്കൊള്ളേ, വിട്ടുകളയരുതേ. അടുത്ത കഥ നോക്ക് നോക്ക് നോക്ക്. എവിടെ? ഞാനിപ്പം അവളെ കണ്ടതല്ലേ ഉള്ളൂ. വാ വാ നമുക്ക് തപ്പിയെടുക്കാം. വാ വാ. ഉടങ്ങി നിക്ക്. പറ 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 ഗാഥ എവിടെ? ഇവിടെ ഉണ്ടായിരുന്ന ഗാഥ എവിടെ? പറ പറ. പെട്ടെന്ന് പറഞ്ഞു വിടും. പറ 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 പറഞ്ഞിട്ട് പോ. പറ പറ പറ. ഗാഥ മേഡം അല്ലേ നിൽക്കുന്നത്? ഈ ഗാഥയെ കുറിച്ച് അല്ല പറയേണ്ടത്. അകത്ത് അകത്ത് നമ്മൾ കണ്ട ഗാഥ അത് പറ. വേറെ ഏത് ഗാഥ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവരങ്ങനെ ഓരോ ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കും. സിത്താര എവിടെ? വരൂ കാണിച്ചു തരാം. മാറങ്ങോട്ട്. അതെ, ജീവൻ പോയാലും എവിടെ പെടരുത്. ഞാൻ അകത്ത് പോയി നോക്കിട്ട് വരാം. അയ്യോ, ഡി നീ എങ്ങോട്ടാടി? നീ ഇവിടെ നിന്നാ മതി. അടുത്ത ഗാഥയും കൊണ്ട് ഉദയേട്ടൻ വരുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കണം. ഞങ്ങള് സിത്താര മേഡത്തിന്റെ അസുഖം അന്വേഷിക്കാൻ വേണ്ടി വന്നൊന്നും അല്ല. നിന്നെ അവളെ ഒന്നിച്ച് പിടിക്കാൻ വേണ്ടി തന്നെയാ വന്നത്. വിടാൻ പറയല്ലേ ഞാൻ. അയ്യോ ഉദയത്തിനോട് നമ്മളിനി എന്ത് പറയും? മോളിക്കുട്ടി